നമസ്കാരം. കേട്ടത് സത്യമാണെങ്കിൽ ഇമ്മാതിരി ഒരു മനുഷ്യനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. ഏതാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മണിപ്പൂരിൽ ലൈംഗിക ആക്രമണത്തിനിരയായ സ്ത്രീകൾക്കെതിരെയുള്ള മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റേതെന്ന് പറയപ്പെടുന്ന ഓഡിയോ പുറത്തു വന്നതോടെ മണിപ്പൂർ വീണ്ടും ചർച്ചയാവുകയാണ്. ദി വയറാണ് ഓഡിയോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. 2023 മെയ് മാസത്തിൽ കാങ്പോക്പി ജില്ലയിൽ ജനക്കൂട്ടം കുക്കി വിഭാഗത്തിൽപ്പെട്ട 2 സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തുകയും ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയും അതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. വനിതാ സംഘടനയായ മീര പൈബി ഉൾപ്പെടെ നിരവധി മെയ്തേയ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. പ്രധാന പ്രതികൾ ഉൾപ്പെടെ വീഡിയോയിൽ ഇടം പിടിച്ച പുരുഷന്മാർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിൽ യുവതികൾ ബലാത്സംഗത്തിനിരയായതിന് എന്ത് തെളിവാണ് ഉള്ളതെന്നും അവരെ മെയ്തേയ് പുരുഷന്മാർ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും പറയുന്നു. ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റേതാണെന്നാണ് ദി വയർ അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്ന മീറ്റിംഗിനിടെ ലഭിച്ച ശബ്ദ സന്ദേശമാണിതെന്നും വയർ അവകാശപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഗുവാഹത്തി ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് അജയ് ലാംബയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റിക്ക് ഓഡിയോ ക്ലിപ്പ് സമർപ്പിച്ചിട്ടുണ്ടെന്നും വയർ പറഞ്ഞു. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞ വർഷം ജൂണിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച കമ്മീഷനാണിത്. 48 മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പിൽ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ് ബീരേൻ സിംഗിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദമുള്ള വ്യക്തി സംസാരിക്കുന്നത്. കുക്കി സ്ത്രീകളെ രക്ഷിക്കുകയായിരുന്നെന്നും അവരെ രക്ഷിച്ചതിന് മെയ്തേയ് പുരുഷന്മാർക്ക് പാരിതോഷികം നൽകണമെന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്. അവർ ബലാത്സംഗത്തിനിരയായി എന്നതിന് തെളിവെവിടെ? അവരുടെ സഹോദരനെയും അമ്മാവനെയും ആരൊക്കെയോ കൊലപ്പെടുത്തി എന്നല്ലേ പറഞ്ഞത്? എന്നാൽ അവരെ രക്ഷിച്ചത് ഞങ്ങൾ മെയ്തേയ്കളാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അവരെ രക്ഷിച്ചതിന്റെയും അവർക്ക് വസ്ത്രം നൽകിയതിന്റെയും വീട്ടിലേക്ക് തിരിച്ച് അയച്ചതിന്റെയും ഒക്കെ ക്രെഡിറ്റ് നമ്മൾ എടുക്കണമായിരുന്നു എന്നാണ് ഒരു മെയ്തേയ് വംശജൻ കൂടിയായ ബീരേൻ സിംഗിന്റെ ശബ്ദത്തിലുള്ളയാൾ പറയുന്നത്. നോക്കൂ, ചിത്രങ്ങൾ വെറും ചിത്രങ്ങൾ മാത്രമാണ്. അതിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. അവരെ രക്ഷിച്ചതിന് മെയ്തേയ് യുവാക്കൾക്ക് പ്രതിഫലം നൽകുകയാണ് വേണ്ടത് എന്നും ഓഡിയോയിൽ പറയുന്നുണ്ട്. മണിപ്പൂർ കലാപത്തിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അതിൽ ബീരേൻ സിംഗ് സ്വീകരിച്ച നിലപാടുകളിലൂടെ കണ്ണോടിച്ചാൽ ശബ്ദ സന്ദേശത്തിനുടമ മറ്റാരുമല്ല എന്ന ഊഹത്തിലെത്താൻ കഴിയും. പക്ഷേ ഊഹം മാത്രം പോരല്ലോ. ബീരേൻ സിംഗ് ശബ്ദം തന്റേതല്ലെന്ന് ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നത് സത്യമാണെങ്കിലും അത് വിശ്വസിക്കാൻ ശാസ്ത്രീയമായ തെളിവ് വേണം. ദി വയറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കമ്മീഷൻ തയ്യാറാവുമോ എന്ന് കാത്തിരുന്നത്.